ഹായ്, അടുത്ത ടോപ്പിക്കാണ് ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പേഴ്സ് എന്താണ്. ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പേഴ്സ് ഒരു റിയൽ ഡെസിമൽ നമ്പർ എന്ന് പറയുന്നത് 123.45 0.1234 അതൊക്കെയാണ് ഒരു റിയൽ ഡെസിമൽ നമ്പേഴ്സ്. ഇനി ബൈനറി നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1100.1100 ഇതൊക്കെയാണ് ബൈനറി നമ്പേഴ്സ്. ഇനി ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പേഴ്സിന് നൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെസിമൽ നമ്പറിനെ ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പറിലേക്ക് എഴുതുന്ന ഈ നമ്പറിനെ നമുക്ക് 3 × 10⁻⁴ എന്ന രീതിയിൽ നമുക്ക് എഴുതാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ബൈനറി നമ്പറിനെ 1010.001 നമുക്ക് 1.0100001 × 10⁻³ ഇങ്ങനെ നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഇനി ഒരു ജനറൽ ഫോം ഒരു നമ്പറിൻ്റെ എന്നിൻ്റെ ജനറൽ ഫോം നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് n = m × b⁻e. ഇതിൻ്റെ അകത്ത് m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മാഞ്ചസ, b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് ഓഫ് ദ നമ്പർ, ഇനി e എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്പോണൻറ്റ് പാർട്ട്. ഇനി എ ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പർ ഈസ് എക്സ്പ്രസ്ഡ് ബൈ 2 പാർട്സ്. ഒരു ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പർ 2 പാർട്ടിലാണ് അതിൻ്റെ എക്സ്പ്രസ് ചെയ്യണത്. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് അതിൻ്റെ മാഞ്ചസ പാർട്ട് അതെന്ന് പറഞ്ഞാൽ ഇസ് എ സൈൻഡ് ഫിക്സ്ഡ് പോയിൻ്റ് നമ്പർ. അതായത് സൈൻ ബിറ്റ് പോയിൻ്റ് ചെയ്തിരിക്കുന്നൊരു പാർട്ടാണത്, അതാണ് മാഞ്ചസ പാർട്ട്. അതിൻ്റെ അടുത്ത പാർട്ട് സെക്കൻഡ് പാർട്ടാണ് എക്സ്പോണൻറ്റ് പാർട്ട്. എക്സ്പോണൻറ്റിനകത്ത് സ്പെസിഫൈസ് ദ ഡെസിമൽ ഓർ ബൈനറി പൊസിഷൻസ്. അതിൻ്റെ ബൈനറി നമ്പറോ അല്ലെങ്കിൽ ഡെസിമൽ നമ്പറോ നമുക്ക് സ്പെസിഫൈ ചെയ്യാനായിട്ട് പറ്റും. The format is used to store floating point numbers in memory have been standardized. അതായത് ഒരു ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പറിനെ നമ്മളുടെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയേഴ്സാണ്. ആസ് IEEE 754. ഇതിനെ 3 രീതിക്ക് 3 ഫോംസ് ഉണ്ട്. അതിൻ്റെ ഫസ്റ്റ് ഫോമാണ് സിംഗിൾ പ്രിസിഷൻ, ഡബിൾ പ്രിസിഷൻ, എക്സ്റ്റെൻഡഡ് പ്രിസിഷൻ. അതിൻ്റെ അകത്ത് നമ്മൾ ഇതിൻ്റെ അത് പഠിക്കുന്നത് സിംഗിൾ പ്രിസിഷൻ ഫ്ലോട്ടിംഗ് പോയിൻ്റ് ബൈനറി നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ദ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ഫോർ എ സിംഗിൾ പ്രിസിഷൻ ബൈനറി നമ്പർ ദ സൈൻ ബിറ്റ്, ആദ്യത്തെ എസ് ആണ് ഇതിൻ്റെ സൈൻ ബിറ്റ്, അത് 1 ബിറ്റുള്ളൂ. ഇനി അതാണ് ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ്. ഇനി അടുത്ത പാർട്ടാണ് എക്സ്പോണൻറ്റ് പാർട്ട്. എക്സ്പോണൻറ്റ് പാർട്ട് എത്ര ബിറ്റുണ്ട്? 8 ബിറ്റുണ്ട്. ഇനി അതിൻ്റെ അടുത്ത പാർട്ടാണ് മാഞ്ചസ പാർട്ട്. മാഞ്ചസ പാർട്ട് 23 ബിറ്റുണ്ട്. ഇത് എല്ലാം കൂടി കൂട്ടുമ്പോഴാണ് 32 ബിറ്റ് ഉള്ളത്. അതായത് 23 ബിറ്റ് മാഞ്ചസ പാർട്ട്, 8 ബിറ്റ് എക്സ്പോണൻറ്റ് പാർട്ട്, 1 ബിറ്റ് സൈൻ ബിറ്റ്, 1 ബിറ്റ് സൈൻ ബിറ്റ്. സിംഗിൾ പ്രിസിഷൻ 32 ബിറ്റാണ് ടോട്ടൽ. ഡബിൾ പ്രിസിഷൻ ആണെങ്കിൽ 64 ബിറ്റ്, എക്സ്റ്റെൻഡഡ് പ്രിസിഷൻ ആണെങ്കിൽ 80 ബിറ്റ്. ഇനി സിംഗിൾ പ്രിസിഷനിൽ 3 പാർട്ടുകളായിട്ടുണ്ട്. 32 ബിറ്റിന് 3 പാർട്ടുകളായിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ടാണ് സൈൻ ബിറ്റ്. സൈൻ ബിറ്റ് നമ്മളുടെ നമ്പർ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് നോക്കാനായിട്ടാണ്. അടുത്ത പാർട്ടാണ് എക്സ്പോണൻറ്റ് പാർട്ട്, അത് 8 ബിറ്റാണുള്ളത്. അതിൻ്റെ അടുത്ത പാർട്ടാണ് മാഞ്ചസ പാർട്ട്, അത് 23 ബിറ്റുകളാണ് വേണ്ടത്. ഇനി ദ 8 ബിറ്റ്സ് ഇൻ ദ എക്സ്പോണൻറ്റ് റെപ്രസെൻറ്റ്സ് എ ബേസ്ഡ് എക്സ്പോണൻറ്റ് വിച്ച് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ആഡിങ് 127 ടു ദ ആക്ച്വൽ എക്സ്പോണൻറ്റ്. നമുക്ക് കിട്ടുന്ന ഒരു ആക്ച്വൽ എക്സ്പോണൻറ്റ് വാല്യൂ ഉണ്ട്. ആ ആക്ച്വൽ എക്സ്പോണൻറ്റ് വാല്യൂയുടെ കൂടെ 127 ആഡ് ചെയ്തിട്ട് കിട്ടുന്നതാണ് നമ്മളുടെ എക്സ്പോണൻറ്റ് പാർട്ടിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാനുള്ള ബിറ്റ്. അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ദ പർപ്പസ് ഓഫ് ദ ബേസിസ് ഈസ് ടു അലൗ വെരി ലാർജ് ഓർ വെരി സ്മോൾ നമ്പർ വിത്തൗട്ട് റിക്വയറിങ് എ സെപ്പറേറ്റ് സൈൻ ബിറ്റ് ഫോർ ദ എക്സ്പോണൻറ്റ്. ദ ബേസ്ഡ് എക്സ്പോണൻറ്റ് അലൗസ് എ റേഞ്ച് ഓഫ് ആക്ച്വൽ എക്സ്പോണൻറ്റ് വാല്യൂസ് ഫ്രം -126 ടു +128. ഇനി നമുക്ക് ഒരു നമ്പറിനെ ടു ഇല്ലുസ്ട്രേറ്റ് ഹൗ എ ബൈനറി നമ്പർ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പർ ലെറ്റ്സ് യൂസ്. ഈ ബൈനറി നമ്പറിനെ നമുക്കൊരു എക്സാമ്പിളായിട്ട് കണക്കാക്കിയിട്ട് നമുക്ക്
ഇതിനെ ആഡ് ചെയ്യാം. ഫസ്റ്റ് ഇറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് 1 പ്ലസ് എ ഫ്രാക്ഷണൽ ബൈനറി നമ്പർ ബൈ റിമൂവിങ് ദ ബൈനറി പോയിൻറ്റ് 12 പ്ലേസസ്. അതായത് നമുക്ക് കിട്ടിയിരിക്കുന്ന നമുക്ക് എക്സാമ്പിളായിട്ട് ചെയ്യാനായിട്ട് ഇതിനെയാണ് നമുക്ക് സ്റ്റോർ ചെയ്ത് ഫ്ലോട്ടിംഗ് പോയിൻറ്റിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ ഇതിനെ നമുക്കൊരു ഫ്രാക്ഷണൽ പാർട്ടാക്കി എഴുതാനായിട്ട് പോവുക. ഫ്രാക്ഷണൽ പാർട്ടാക്കി എഴുതുമ്പോൾ ആദ്യത്തെ ഒരു ബിറ്റ് കഴിഞ്ഞിട്ട് നമ്മളൊരു പോയിൻ്റ് ഇട്ടു, ഫ്രാക്ഷണൽ പാർട്ടാക്കാനായിട്ടൊരു പോയിൻ്റ് ഇട്ടു. ഈ പോയിൻ്റ് കഴിഞ്ഞിട്ടുള്ള ഈ ഫ്രാക്ഷൻ പാർട്ട് എത്ര എണ്ണം ഉണ്ടെന്ന് നമ്മൾ എണ്ണി നോക്കുക. ഇത് എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12 എണ്ണം ഉണ്ട് ഇത്. അതുകൊണ്ട് തന്നെ ഫ്രാക്ഷണൽ പാർട്ടാക്കുമ്പോൾ ഈ 1 കഴിഞ്ഞ ഫസ്റ്റ് ഡിജിറ്റ് കഴിഞ്ഞിട്ടുള്ള എത്ര എണ്ണം ഉണ്ടോ അതിനെയാണ് നമ്മൾ എടുക്കുന്നത്. ഇവിടെ 12 കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ആ ബൈനറീനെ നമുക്ക് ഫ്രാക്ഷണൽ പാർട്ടാക്കി എഴുതുമ്പോൾ ഇങ്ങനെ എഴുതാനായിട്ട് പറ്റും. ആദ്യത്തെ ഒരു ബിറ്റ് കഴിഞ്ഞിട്ട് ഒരു പോയിൻ്റ് ഇടുക, അതിനെ ഫ്രാക്ഷൻ ആക്കാൻ വേണ്ടിയിട്ട് ഒരു പോയിൻ്റ് ഇട്ടിട്ട് ബാക്കിയുള്ളത് എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണി നോക്കുക. അതിനെയാണ് ഇൻറ്റു 2 എത്ര എണ്ണം ഉണ്ടോ അത്ര എണ്ണം. ഇവിടെ 12 എണ്ണം ഉണ്ട്, അതുകൊണ്ട് 12 എന്നിട്ടത്. ഇനി അസ്യൂമിങ് ദാറ്റ് ദിസ് ഈസ് എ പോസിറ്റീവ് നമ്പർ, ഇതൊരു പോസിറ്റീവ് നമ്പറാണ് നമ്മൾ അസ്യൂം ചെയ്തു. കാരണം ഇതിൻ്റെ സൈൻ എന്ന് പറയുന്നത് 0 കിടക്കുന്നത്, 0 കിടക്കുന്നതുകൊണ്ട് ഇതൊരു പോസിറ്റീവാണ്. ദ എക്സ്പോണൻ്റ് ഈസ് 12. നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എക്സ്പോണൻ്റ് 12 ആണ്. അപ്പോൾ ഇതിൻ്റെ ബേസ്ഡ് എക്സ്പോണൻ്റ് ബൈ ആഡിങ് ഇറ്റ് ടു 127, ഇതിൻ്റെ ബേസ്ഡ് എക്സ്പോണൻ്റ് അതായത് ഇവിടെ സ്റ്റോർ ചെയ്യേണ്ട ഈ എക്സ്പോണൻ്റ് സ്ഥലത്ത് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ട വാല്യൂ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന എക്സ്പോണൻ്റ് പ്ലസ് 127, ഈ 127 എന്ന് പറഞ്ഞ വാല്യൂ നമുക്ക് ഉള്ളതാണ്. അതായത് ഇതിങ്ങനെ ആഡ് ചെയ്യാനുള്ളതാണ്. നമുക്ക് കിട്ടുന്ന എക്സ്പോണൻ്റ്, അതായത് നമുക്ക് ഒരു ബൈനറി കിട്ടി, ആ ബൈനറീനെ ഫ്രാക്ഷൻ ആക്കാനായിട്ട് ഫസ്റ്റ് ബിറ്റ് കഴിഞ്ഞിട്ട് നമ്മളൊരു പോയിൻ്റ് ഇട്ടു, ബാക്കിയുള്ളത് നമ്മൾ എണ്ണി നോക്കണം അത് എത്ര ആണ്. അതാണ് നമ്മളുടെ എക്സ്പോണൻ്റ്. നമുക്ക് കിട്ടിയ എക്സ്പോണൻ്റ് പ്ലസ് 127. ഇപ്പോൾ 12 പ്ലസ് 127ൻ്റെ ആൻസർ 139 ആണ്. ഈ 139ൻ്റെ ബൈനറി ആയിരിക്കണം നമ്മൾ ഈ എക്സ്പോണൻ്റ് പാർട്ടിൽ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്. അതായത് ഒന്നുകൂടി പറയാം, നമുക്ക് ഒരു ബൈനറി നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് തരിക ആദ്യം. അതായത് നമുക്ക് ഇങ്ങനത്തെ ഒരു ബൈനറി സ്റ്റോർ ചെയ്യാനായിട്ട് തന്നു. ആദ്യം ഇതിനെ ഫ്രാക്ഷണൽ പാർട്ടാക്കണം. ഫ്രാക്ഷണൽ പാർട്ടാക്കാനായിട്ട് ഒരു ബിറ്റ് കഴിഞ്ഞിട്ട് ഫസ്റ്റത്തെ ഒരു ബിറ്റ് കഴിഞ്ഞിട്ട് ഒരു പോയിൻ്റ് ഇട്ടു, എന്നിട്ട് ബാക്കി എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണി നോക്കുക. ഇവിടെ 12 എണ്ണം ഉണ്ട്. 12 എണ്ണം ഉള്ളതുകൊണ്ട് അതിനെ നമുക്ക് എന്തെന്ന് എഴുതാം, ഇത് വാല്യൂ ഇൻറ്റു 212 എന്ന് എഴുതാം. ഇനി നമുക്ക് ഇവിടെ എക്സ്പോണൻറ്റിൽ സ്റ്റോർ ചെയ്യേണ്ട വാല്യൂ കിട്ടാനായിട്ട് നമുക്ക് കിട്ടിയ എക്സ്പോണൻറ്റ് 12 പ്ലസ് 127 എത്രയാണെന്ന് നോക്കുക. ഇവിടെ 12 പ്ലസ് 127 139ൻ്റെ ബൈനറി ആയിരിക്കണം ഈ എക്സ്പോണൻ്റ് പാർട്ടിൽ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്. ഇനി ഈ ഫ്രാക്ഷണൽ പാർട്ടിൽ, അതായത് ഈ മാഞ്ചസ പാർട്ടിൽ എന്താണ് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ പോയിൻ്റ് കഴിഞ്ഞിട്ടുള്ള ഇത്രയും വാല്യൂസാണ് മാഞ്ചസ പാർട്ടിൽ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്. മാഞ്ചസ പാർട്ടിൽ പക്ഷേ ഒരു പ്രശ്നമുണ്ട്. മാഞ്ചസ പാർട്ടിൽ എത്ര ബിറ്റ് വേണം? 23 ബിറ്റ് വേണം. ഫുള്ള് 23 ബിറ്റ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണം മാഞ്ചസ പാർട്ടിൽ. അപ്പോൾ 23 ബിറ്റ് ആകാനായിട്ട് ആദ്യം നമ്മൾ ഈ ഫ്രാക്ഷൻ പോയിൻ്റ് കഴിഞ്ഞിട്ടുള്ള അത്രയും വാല്യൂസ് നമ്മൾ മാഞ്ചസ പാർട്ടിൽ അങ്ങ് എഴുതി. പോയിൻ്റ് കഴിഞ്ഞിട്ടുള്ള വാല്യൂസ് 0 1 1 0 1 0 1 1 0 1, ഇനി അടുത്ത് 0 0 1 0 0 1, ഇനിയോ 0 0 0 1 0 0 0 1. ഇത്രയാണ് നമുക്കുള്ളൂ. നമുക്ക് നമ്മളുടെ പോയിൻ്റ് കഴിഞ്ഞിട്ടുള്ള ഫ്രാക്ഷണൽ പാർട്ട് ഇത്രേ ഉള്ളൂ. അത് നമ്മൾ മാഞ്ചസയിൽ എഴുതി. പക്ഷേ ഇത് 23 ആക്കണം. 23 ആക്കാനായിട്ട് ഇതിപ്പോൾ എത്ര എണ്ണം ഉണ്ടോ നോക്കുക. 1 2 3 4 5 6 7 8 9 10 11 12 എണ്ണം. ഇതിനി 23 ആക്കണം. 23 ആക്കാനായിട്ട് ബാക്കി ഫുള്ള് അപ്പുറത്തേക്കും ഫുള്ള് 0 ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ 12 അല്ലേ, 13 14 15 16 17 18 19 20 21 22 23. 23 ബിറ്റാക്കാനായിട്ട് ബാക്കിയുള്ളതെല്ലാം 0 ഇട്ട് കൊടുത്താൽ മതി.
അപ്പം ഇങ്ങനെ ഫ്രാക്ഷണൽ പാർട്ട് മാഞ്ചിസ പാർട്ട് അങ്ങനെ എഴുതി. ഈ സൈൻ ബിറ്റിൽ എഴുതേണ്ടത് നമ്മളുടെ ഇവിടെ കിട്ടിയ ഈ ഫസ്റ്റ് ബിറ്റിനെയാണ് നമ്മൾ സൈൻ ബിറ്റിൽ എഴുതേണ്ടത്. ഇവിടെ നമുക്ക് 0 ആയി കിട്ടിയ ഫ്രാക്ഷൻ്റെ ഏറ്റവും ആദ്യമുള്ള ആ ബിറ്റിനെയാണ് നമുക്ക് അവിടെ എഴുതേണ്ടത്. ഇവിടെ കിട്ടിയത് എന്താ? ഇവിടെ കിട്ടിയത് 0 ആണ്. ഇവിടെ കിട്ടിയത് 0 കിട്ടിയത് കൊണ്ട് ഇവിടെ നമുക്ക് സൈൻ ബിറ്റിൻ്റെ അവിടെ 0 എഴുതി. എക്സ്പോണൻ്റ് പാർട്ടിൽ നമുക്ക് കിട്ടിയ എക്സ്പോണൻ്റ് പ്ലസ് 127 ആ കിട്ടുന്ന ആൻസറിൻ്റെ ബൈനറി എക്സ്പോണൻ്റ് പാർട്ടിൽ എഴുതി. ഇനി ഫ്രാക്ഷൻ പാർട്ട് അല്ലെങ്കിൽ മാഞ്ചിസ പാർട്ടിൽ എഴുതേണ്ടത് പോയിൻ്റ് കഴിഞ്ഞിട്ടുള്ള വാല്യൂസ് ഫുള്ള് ആദ്യം എഴുതണം. എന്നിട്ട് 23 ആവാനായിട്ട് എത്ര സീറോസ് വേണം അത്ര സീറോസ് ഇട്ട് കൊടുത്തു. ഇനി നമ്പേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷനാണ് -1 പവർ s ഇൻറ്റു 1 പ്ലസ് എഫ് ഇൻറ്റു 2 പവർ e മൈനസ് 127. ഇതിൻ്റെ എസിൻ്റെ വാല്യൂ 0 ആണ്. എഫ് എന്ന് പറഞ്ഞ ഫ്രാക്ഷണൽ പാർട്ട് അതങ്ങനെ ഇട്ട് കൊടുക്കുക. ഇ എന്ന് പറഞ്ഞത് എക്സ്പോണൻറ്റ് നമുക്ക് കിട്ടിയത് എത്രയാണ്? 139 മൈനസ് 127. അത്രയും ചെയ്യുമ്പോൾ നമ്പർ കിട്ടും. നമുക്ക് എക്സാമിന് ചോദിക്കുമ്പോൾ ഇത്ര എഴുതിയാൽ മതി. ഇനി ഒരു എക്സാമ്പിൾ കൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡെസിമൽ നമ്പർ 3.248 ഇൻറ്റു 10 പവർ 4 ടു എ സിംഗിൾ പ്രിസിഷൻ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് ബൈനറി നമ്പർ. ഇതിനെ ഒരു സിംഗിൾ പ്രിസിഷൻ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് ബൈനറി നമ്പറിലേക്ക് സ്റ്റോർ ചെയ്തേക്കണമെന്ന് പറഞ്ഞത്. ആദ്യം നമ്മൾക്ക് ഇതിൻ്റെ ബൈനറി കണ്ടുപിടിക്കണം. 3.248 ആദ്യം 10 പവർ 4 വെച്ചിട്ട് ഇൻറ്റു ചെയ്യണം. ഇതിനെ 10 പവർ 4 വെച്ചിട്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 32480 ഇത് കിട്ടും. അതായത് 3.248 ഇൻറ്റു 10⁴ വെച്ച് ചെയ്യുമ്പോൾ ഈ ആൻസർ കിട്ടും. എന്നിട്ട് ഇതിൻ്റെ ബൈനറി ആദ്യം കണ്ടുപിടിക്കണം. ഇതിൻ്റെ ബൈനറി എന്ന് പറയുന്നത് ഇത്. അത് കഴിഞ്ഞിട്ടോ ഇതിൻ്റെ ബൈനറി കണ്ടുപിടിച്ചിട്ട് ഇതിനെ ഫ്രാക്ഷൻ ആക്കാനായിട്ട് ഒരു ബിറ്റ് മാറ്റി ഒരു പോയിൻ്റ് ഇട്ട് കഴിഞ്ഞിട്ട് ബാക്കി ഫ്രാക്ഷണൽ പാർട്ടിൽ എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണി നോക്കണം. ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12 13 14 എണ്ണം. ഇവിടെ 14 എണ്ണം ഉണ്ട് പോയിൻ്റ് കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ബൈനറി എഴുതണം. ആ ബൈനറീനെ ഫ്രാക്ഷൻ ആക്കാനായിട്ട് ഫസ്റ്റത്തെ ഒരു ബിറ്റ് കഴിഞ്ഞിട്ട് ഒരു പോയിൻ്റ് വരണം. എന്നിട്ട് ബാക്കിയുള്ളത് എണ്ണി നോക്കണം. അത് കഴിഞ്ഞിട്ട് അതിനെ ഫുള്ള് നമുക്ക് ഇങ്ങനെ എഴുതാം. 2 പവർ എത്ര എണ്ണമാണോ ആ എണ്ണം നമുക്ക് ഇവിടെ എഴുതാം. ഇവിടെ 14 14 എഴുതി. അത് കഴിഞ്ഞിട്ട് ഈ എക്സ്പോണൻ്റ് പാർട്ടിലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ട വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് കിട്ടിയ എക്സ്പോണൻ്റ് പ്ലസ് 127. ഇവിടെ 14 പ്ലസ് 127 141 ബൈനറിയാണ് എക്സ്പോണൻ്റ് പാർട്ടിൽ എഴുതേണ്ടത്. ഇനി മാഞ്ചിസ പാർട്ടിൽ എഴുതേണ്ടത് എന്താണെന്ന് വെച്ചാൽ മാഞ്ചിസ പാർട്ടിൽ നമ്മളുടെ ഈ പോയിൻ്റ് കഴിഞ്ഞിട്ടുള്ള ഈ ഫ്രാക്ഷൻ പോയിൻ്റ് കഴിഞ്ഞിട്ടുള്ള വാല്യൂസ് ആദ്യം എഴുതുക. അത് കഴിഞ്ഞിട്ട് 23 ബിറ്റ് ആവാനായിട്ട് എത്ര സീറോസ് ഇട്ട് കൊടുക്കണം അത്രയും സീറോസ് ഇട്ട് കൊടുക്കുക. ഇവിടെ സൈൻ ബിറ്റ് 0. അപ്പം അങ്ങനെയാണ് നമുക്ക് ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പേഴ്സ് സ്റ്റോർ ചെയ്തേക്കേണ്ടത്. ഇവിടെ സൈൻ ബിറ്റ് 0 എന്ന് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് ഈ എക്സ്പോണൻ്റിൽ 141 കിട്ടിയത്.